നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കൈൻമാസ്റ്റർ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു ബ്ലിങ്കിങ് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാന്നാണ്. അതായത് നമ്മൾ മാഷപ്പും ട്രിബ്യൂട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ചില ബീറ്റിനനുസരിച്ച് ബ്ലിങ്കിങ് എഫക്റ്റും അങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. എൻജോയ് ടെക് വിത്ത് us and നമുക്ക് വീഡിയോയിലിട്ട് എടുക്കാം. ഇപ്പോൾ ബ്ലിങ്കിങ് എഫക്റ്റ് കൊടുക്കാനായിട്ട് നമ്മൾ മെയിനായിട്ട് ഈ പ്ലസ് ഇതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് വേണ്ട റെസൊല്യൂഷൻ ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ വൈഡ് സ്ക്രീനാണ്, അപ്പോൾ 16:9 കൊടുക്കുകയാണ്. ഇനി നമ്മൾ മീഡിയയിൽ പോയിട്ട് നമുക്ക് വേണ്ട വീഡിയോ സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ മീഡിയയിൽ പോയി കഴിഞ്ഞിട്ട് നമ്മൾ വേണ്ട വീഡിയോ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ വീഡിയോ സെലക്ട് ചെയ്തു. ഇനി നമുക്ക് ഇതിൽ വേണ്ട പാർട്ട് മാത്രം കട്ട് ചെയ്തെടുക്കണം. അതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ തൊട്ട് മതി നമുക്ക്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുക, ട്രിം ടു ലെഫ്റ്റ് ഓഫ് പ്ലേ ഹെഡ് കൊടുക്കുക. കത്രികയുടെ ക്ലിക്ക് ചെയ്യുക, ട്രിം ടു ലെഫ്റ്റ് ഓഫ് പ്ലേ ഹെഡ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ തൊട്ട് മതി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഇതിങ്ങനെ സൂം ചെയ്ത് വെക്കുക. ഇങ്ങനെ നമുക്ക് രണ്ട് സൈഡിൽ നിന്ന് പിടിച്ച് വലിച്ച് കഴിഞ്ഞാൽ സൂം ചെയ്യാൻ പറ്റും. കറക്റ്റ് ബീറ്റിൻ്റെ നമുക്ക് പിടിക്കാനാണ്. അപ്പോൾ നമ്മൾ ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ കറക്റ്റ് ടൂണിനനുസരിച്ച് ബ്ലിങ്കിങ് എഫക്റ്റ് കൊടുക്കലാണ് ഇനി നമ്മുടെ മെയിൻ പണി. അപ്പോൾ നമ്മൾ പ്ലേ ചെയ്ത് നോക്കുക. ഇവിടെ തൊട്ട് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യാനായിട്ട് ഈ ടൈമിൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ മാർക്കായി. ഇവിടെ തൊട്ട് നല്ല സ്പീഡിൽ തുടങ്ങുകയാണ്. അപ്പോൾ അവിടെ ഇവിടെ ഒന്നുകൂടി സ്പീഡിൽ തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യാണ്. ഇവിടെ വരെ മതി നമുക്ക്. അപ്പോൾ ഇവിടെ ഞാൻ എൻഡ് പോയിന്റ് കൊടുത്താണ്. അപ്പോൾ ഇത്തരം സ്ഥലത്താണ് നമ്മൾ ബ്ലിങ്കിങ് എഫക്റ്റ് കൊടുക്കാൻ പോകുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലെയറിൽ പോയിട്ട് ഈ ഒരു പോയിന്റ് കൊണ്ടുപോയി വയ്ക്കാം. ഈ ഒരു പോയിന്റ് കൊണ്ടുപോയി വെച്ചിട്ട് ലെയറിൽ പോയിട്ട് മീഡിയയിൽ പോവുക, ബാക്ക്ഗ്രൗണ്ടിൽ പോവുക, ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഫുള്ളാക്കുക. ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ ഒരു ബ്ലാക്കിന് നമുക്ക് സൈസ് റീസൈസ് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ നീലയുടെ അവിടം വരെ ആയിട്ട് സെറ്റ് ചെയ്യാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് വേണമെങ്കിൽ വലിച്ച് നീട്ടാം. അപ്പോൾ ഞാനത് ജസ്റ്റ് ആ ഒന്നാമത്തെ നീല തൊട്ട് രണ്ടാമത്തെ നീല മാർക്ക് വരെ ഞാൻ സെറ്റ് ചെയ്യാണ്. എന്നിട്ട് ഇവിടെ സെലക്ട് ചെയ്യാം, ഓവറോൾ ആനിമേഷൻ കൊടുക്കുക. അപ്പോൾ ബ്ലിങ്ക് സ്ലോ എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിലുള്ള ഫ്ലിക്കർ ആയിരിക്കും. ഫ്ലിക്കർ ആനിമേഷൻ ബ്ലിങ്കിങ് ആയിരിക്കും. ഫ്ലിക്കർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അന്യ സ്പീഡിലുള്ള ഒരു ബ്ലിങ്കിങ് ആയിരിക്കും. അപ്പോൾ ഏതാ വേണ്ടത് നമുക്ക് ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കിയിട്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ബ്ലിങ്ക് സ്ലോ എന്നുള്ളത് കൊടുത്തോട്ടെ. ബ്ലിങ്ക് സ്ലോ പറ്റില്ല, ബീറ്റിന് പറ്റില്ല. അപ്പോൾ നമ്മൾ ഫ്ലിക്കർ എന്നുള്ളത് കൊടുത്തു. ഇനി നമ്മൾ ഈ ഒരു മറ്റേ ബീറ്റ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് അടുത്ത ലെയർ സംഭവം ആഡ് ചെയ്യണം. അപ്പോൾ മറ്റേ ബീറ്റ് തുടങ്ങുമ്പോഴേക്കും 2 ലെയർ ഇത് വേണം. അപ്പോൾ നമ്മൾ മീഡിയയിൽ പോയിട്ട് അടുത്ത ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യാം. കാരണം നമുക്ക് സ്പീഡിൽ ഫ്ലിക്കർ എഫക്റ്റ് വരാൻ വേണ്ടിയാണ് നമ്മൾ അടുത്ത ലെയർ ആഡ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഈ സാധനം ഈ മുകളിലത്തെ ലെയറും ഇങ്ങോട്ട് നീട്ടി കൊടുക്കുക. ഇനി നമുക്ക് ജസ്റ്റ് ഇതിന് ഓവറോൾ ആനിമേഷൻ കൊടുക്കുക. ഓവറോൾ ആനിമേഷൻ ഫ്ലിക്കർ കൊടുക്കുക. ഇനി നമ്മൾ ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കാം. ഇനി ഇവിടെ വരുമ്പോൾ നല്ല സ്പീഡാവുകയാണ്. നല്ല സ്പീഡാവുകയെന്ന് വെച്ചാൽ 3 ലെയർ സംഭവം ആഡ് ചെയ്യാം നമുക്ക്. മീഡിയയിൽ പോയിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ പോയിട്ട് ഫുള്ളാക്കുക. ഫുള്ളാക്കി കഴിഞ്ഞിട്ട് ഇനി എൻഡ് വരെ നമുക്ക് ഈ ലെയർ വേണം. ഓക്കെ. ഇനി ഈ മുകളിലെ ലെയർ നമുക്ക് വേണം. അഥവാ നിങ്ങൾക്ക് ഇത്തിരി കൂടി എഫക്റ്റ് സ്പീഡ് പോലെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ലെയർ കൂടി മീഡിയയിൽ പോയിട്ട് ആഡ് ചെയ്യുക. നമുക്ക് ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കാം. എന്നിട്ട്
ഇതിന് നമ്മൾ എഫക്റ്റ് കൊടുത്തില്ല. ഓവറോൾ ആനിമേഷൻ ഫ്ലിക്കർ കൊടുക്കണം. ഇനി നമ്മൾ പ്ലേ ചെയ്ത് അപ്പോൾ നമ്മൾ ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കുക. ഇനി അത് മാത്രമല്ല, ഈ ഒരു ബ്ലിങ്കിങ് മാത്രമല്ല, ഈ ബ്ലിങ്കിങ് വെച്ചിട്ട് തന്നെ നമുക്ക് വേറെ രീതിയിലും ഉണ്ടാക്കാൻ പറ്റും. അതായത് ഞാനിതിൽ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇവിടെയായിട്ട് കാണിച്ചു തരാം. ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ വെച്ച് കാണിച്ചു തരാം. ഈ ഒരു പോയിന്റിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ നമുക്ക് വേറെ രീതിയിൽ ഉള്ള എഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബ്ലിങ്കിങ്ങിൽ തന്നെ നമുക്ക് ലെയറിൽ പോയിട്ട് മീഡിയയിൽ പോയിട്ട് ഈ ഒരു കളർ നമ്മൾ എടുത്തു എന്ന് വിചാരിച്ചോ. ഈ ഒരു കളർ നമ്മൾ എടുത്തിട്ട് നമുക്ക് വേണ്ടാത്തതിനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഇത്തിരി കൂടെ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ഫുള്ളാക്കി കഴിഞ്ഞിട്ട് ഇവിടെ ബ്ലെൻഡിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ബ്ലെൻഡിങ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഓവർലേ കൊടുത്ത് കഴിയുമ്പോൾ വേറെ രീതിക്കായിരിക്കും. ഓവർലേ കൊടുത്ത് നമ്മൾ പ്ലേ ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ കാണിച്ചു തരാം. എന്നിട്ട് നമ്മൾ ഓവറോൾ ആനിമേഷൻ കൊടുത്തിട്ട് ഫ്ലിക്കർ കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് വേറെ രീതിക്കായിരിക്കും കണ്ടോ. ഇനി ഇതിൽ റെഡാണ് കൊടുക്കണമെങ്കിൽ സൂപ്പറായിട്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിൽ ബ്ലെൻഡിങ് ഓപ്ഷൻ പിന്നെ നമ്മൾ ചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ വേറെ രീതിക്ക് കിട്ടും. അതായത് നമുക്കനുസരിച്ചുള്ള സാധനങ്ങൾ നമ്മൾ സെറ്റ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ചെയ്തിട്ടുണ്ടോ സ്ക്രീൻ എന്നുള്ളത്. പിന്നെ ബ്ലെൻഡിങ് ഓപ്ഷൻ നമ്മൾ സോഫ്റ്റ് ലൈറ്റ് എന്നുള്ള കൊടുത്ത് കഴിയുമ്പോൾ വേറെ രീതിക്ക് കിട്ടും. ഇനി നമ്മൾ ഹാർഡ് ലൈറ്റ് കൊടുത്ത് കഴിയുമ്പോൾ വേറെ രീതിക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ വേറെ ടൈപ്പ് ആനിമേഷനും ഈ ഒരു ബ്ലിങ്കിങ് സെയിം ടെക്നിക്ക് തന്നെ വെച്ചിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. വേറെ ടൈപ്പുള്ള ആനിമേഷനും ഈ ബ്ലെൻഡിങ് ഓപ്ഷൻസ് ജസ്റ്റ് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. കളർ ബാൻ കൊടുത്ത് കഴിയുമ്പോൾ വേണമെങ്കിൽ ഇത്തിരി കൂടി ഒന്ന് നീട്ടി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും. കളർ ബാൻഡ് ആനിമേഷനാണത്. ഇനി നമ്മളിതിൽ നമ്മൾ ഒന്നുകൂടി നമുക്ക് മറ്റേ ഡാർക്കൻ എന്ന് പറഞ്ഞ് കൊടുത്ത് നോക്കാം. ഡാർക്കൻ എന്നുള്ള കൊടുത്ത് കഴിയുമ്പോൾ ഇനി ഇത് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് ഷെയർ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് റെസൊല്യൂഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി കൊടുക്കുക. അപ്പോൾ പുതിയ വീഡിയോസ് വരുമ്പോൾ തന്നെ അറിയാൻ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ്.